1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ലക്ഷ്യം എംഎൽഎ സ്ഥാനമെങ്കിൽ സിപിഎമ്മിൽ തന്നെ തുടരാമായിരുന്നുവെന്ന PV അൻവർ MLA. ജനവിരുദ്ധ വനനിയമ ഭേദഗതിക്കെതിരെ MLA നയിക്കുന്ന വയനാട് പാർലമെന്റ് മണ്ഡലം ജനകീയ യാത്രയ്ക്ക് എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിഷയം പറയുമ്പോ ഇത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കാത്തോണ്ടാ എനിക്ക് പിരാന്തായിട്ട് നടക്കല്ലേ. ആരത് ഏറ്റെടുക്കേണ്ടത്? ഇതിലെന്ത് രാഷ്ട്രീയം ഉള്ളത്? ഒരു 3.5 കോടി ജനങ്ങളെയും കൊല്ലാക്കൊല കൊടുക്കുക. 1.25 കോടി ജനങ്ങൾ ഏതായാലും കഴിഞ്ഞു. കുടിവെള്ളം കൂടി കിട്ടൂല. ഇവിടെ സീപ്പിന്റെ റേഷൻ ആപ്പിലെ എഴുതി വെച്ചോ നിങ്ങള് 5 കൊല്ലം കഴിഞ്ഞാൽ കുപ്പിവെള്ളം ഉണ്ടാവും. 5 ലിറ്ററിന്റെയും 10 ലിറ്ററിന്റെയും സർക്കാർ കൊടുക്കണേ. എന്തിനേ? കുടിവെള്ളത്തിന്. ആ കോലത്തിലേക്ക് നാടെത്തും. ഇങ്ങനെ എത്തിയ നാടുകളുണ്ട് ലോകത്ത്. അവിടത്തേക്ക് ഇത് കൊണ്ടുപോകുമ്പോ ചങ്ങായിമാരെ ഇത് വിളിച്ച് പറയുന്നു പറഞ്ഞാൽ എന്റെ നെഞ്ഞത്ത് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരാളും കാണാനും കേൾക്കാനും ഇല്ലെങ്കിൽ ഇപ്പൊ എന്തായി? അൻവറിന് പിരാന്തായി 2 ദിവസം ഇങ്ങനെ നടന്നുകൊണ്ട് ഇതൊരു ചർച്ചയായി. UDF എടുക്കുവോ, തള്ളുവോ, LDF കൊള്ളുവോ? എന്താ വിഷയം? അൻവർ ഇങ്ങനെ ജാഥ, എന്താ ജാഥ എന്നതാ? എനിക്കത്ര ആവശ്യമുള്ളൂ. എനിക്ക് 2 കാലിൽ പഠിച്ചെന്ന 2 കാലിൽ ഇവിടെ നിന്നാൽ ഞാൻ മുന്നോട്ട് പോവാം. നമുക്കിപ്പോ യോദായി ജാത്തലുള്ള മനുഷ്യന്മാര് ഏർപ്പാടൊക്കെ എന്നും ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് ആ ജാതി പേടിയൊന്നുമില്ല. ചിലരൊക്കെ ധാരണ ഈ 3 അക്ഷരത്തിന് ഇങ്ങനെ കിടന്നിട്ട് മരിക്കുക. ആർക്കത് വേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. കാര്യത്തില് അതൊരു സംഭവമാണ്, ഇത് അതിലും വലിയൊരു സംഭവമാണ് എന്നൊക്കെ ധാരണയിൽ നടക്കുന്നത്. ഞാൻ നാട്ടുകാരങ്ങളോട് കൊണ്ടാണ് ഈ വൈകാരികമായി സംസാരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് അവിടെ നിന്നാ പോലെയോ. എനിക്ക് ഇങ്ങോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലേ. 3-4 IFS-കാര് IPS-കാര് ഇതിന്റെ കാലിങ്ങനെ ഒഴിഞ്ഞ് നലോടിക്കണ കേട്ടില്ലല്ലോ നിങ്ങളൊക്കെ. എന്നിട്ടെന്തേ? പിന്നെ ഇനിയിപ്പോ അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഒരു 3 അക്ഷരത്തിന് വേണ്ടിയിട്ട് ഞാൻ തെണ്ടി നടക്കുകയാണ്. പിന്നെ 1000 ജന്മം അന്നോട് ജനിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇന്ന് പിന്നെ അവിടെ തന്നെയാണ് നിന്നാ പോരായിരുന്നോ? അരിപ്പറ്റ എന്നൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എനിക്ക് തലക്ക് ഭ്രാന്തുണ്ടോ എന്ന് ഇപ്പൊ ഏതായാലും പറയില്ലല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത. സംസ്ഥാന സർക്കാരിന്റെ പുതിയ വനനിയമ ഭേദഗതി ബില്ല് നിയമമായാൽ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കാൻ പോലും ജനത്തിന് അവസരമുണ്ടാകില്ല. വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, കേരളത്തിലെ 1.30 കോടി ജനത്തെ സംസ്ഥാന സർക്കാർ കൊലക്കി കൊടുക്കുന്നുവെന്ന് അൻവർ കുറ്റപ്പെടുത്തി. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ നാളെ കോഴിക്കോടങ്ങാടിയിൽ ആനകൾ കടന്നുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായി ഇടപെടേണ്ട വിഷയമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും MLA പറഞ്ഞു. ചെണ്ടവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള സ്വീകരണത്തിൽ 100 കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.